ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈൻ്റെ ഔട്ട്ലൈനാണിത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നെറ്റ് ക്ലോത്തിൻ്റെ ഒരു ഫ്ലവറാണ്. അപ്പോൾ ആ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ മെയിനായിട്ടിത് തുന്നിയിട്ടാണ് ചെയ്യുന്നത്. അതിന് പകരം ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യാം, അതിലൂടെ ഒന്നുകൂടെ ബെറ്റർ നമുക്ക് തുന്നുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചില സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ ഈ ഫ്ലവർ തുന്നി കൊടുക്കുക. സാധാരണ നൂല് സൂചി ഉപയോഗിച്ചിട്ട് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ മുഴുവനായിട്ടുള്ള ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടേക്കാണ് തുന്നിയിട്ടുള്ളത് എന്ന്. ഫ്ലവേഴ്സൊക്കെ ഇപ്പോൾ തുന്നിയിട്ടുണ്ട്. ഇത് 2 സൈസിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, ചെറുതും വലുതും. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു തുന്നൽ കൊടുക്കുകയാണ്. ഇതാണ് സിൽക്ക് ത്രെഡ്, ഗ്രീൻ കളറിലുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് തുന്നി കൊടുക്കുകയാണ്. ജസ്റ്റ് നോർമൽ സ്റ്റിച്ചിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ഷേപ്പിലൊക്കെയാണ് നമുക്ക് തുന്നേണ്ടത്. കണ്ട് ഇങ്ങനെ 6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് ഒരു ഭാഗത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. നോർമൽ എംബ്രോയ്ഡറി ത്രെഡ് വെച്ച് തുന്നുന്നതിനേക്കാളും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്യാനായിട്ട്. അത് നമ്മൾ ചെയ്ത് ശീലമാകുമ്പോൾ പിന്നെ അതങ്ങനെ റെഡി ആയിക്കോളും. ലീഫ് തുന്നിക്കഴിഞ്ഞതിന് ശേഷം ഈ ഇടയിലുള്ള ഈ ലൈൻസൊക്കെ നമുക്ക് 2 ബീഡ്സ് വെച്ചിട്ട് തുന്നി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത് 2 ബീഡ്സ് തുന്നാനായിട്ട്. ഈ ഒരു ലൈനും അതുപോലെ തന്നെ ലീഫിൻ്റെ ചുറ്റുമായിട്ടും നമുക്ക് ഈ ഒരു ബീഡ്സ് തന്നെ ചെയ്ത് കൊടുക്കാം.
അതിങ്ങനെ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കി എല്ലാ ലൈൻസും ലീഫൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം. സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് ഫ്ലവേഴ്സും തുന്നി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് എങ്ങനെയാണെന്നും കൂടെ കണ്ടു നോക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഫ്ലവർ നമ്മൾ സ്വന്തമായിട്ട് തുന്നി ചെയ്യണമെന്നൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാനും കിട്ടും. അത് വെച്ചിട്ടും ഈ ഒരു ഡിസൈൻ ചെയ്യാം. പിന്നെ ഇതിൽ 2 ബീഡ്സിന് പകരം ഷുഗർ ബീഡ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബീഡ്സൊക്കെ വെച്ചിട്ട് അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.